സലീം യു പിക്കാരനാണ്. ഞാൻ കഴിഞ്ഞ വർഷമാണ് സലീമിനെ ഇവിടെ അജ്മീറിൽ വെച്ച് പരിചയപ്പെടുന്നത്. അവനിങ്ങനെ ആളുകളെ ഇവിടെ സ്ഥിരം കാഴ്ചയാണ്, റിക്ഷ വണ്ടി അങ്ങനെ ഒരുപാട് ആളുകളെ കയറ്റി അവർ കഷ്ടപ്പെട്ട് പോണത്, ചവിട്ടി പോണത് കാണുമ്പോൾ നമുക്ക് കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നമ്മൾക്കത് കുറച്ചും കൂടി ഒരു വിഷമമായിട്ട് തോന്നിയിരുന്നത്. അപ്പം ഞാൻ സാധാരണ കഴിഞ്ഞ വർഷം തുടങ്ങിയിട്ട് ഈ വർഷത്തിലൊക്കെ മിക്കവാറും സവാരിക്ക് വിളിക്കുന്നത് സലീമിനെ തന്നെയാണെങ്കിലും ഞങ്ങൾ വണ്ടിയിൽ കയറിയിരിക്കാറില്ല. വണ്ടി ഇങ്ങനെ സലീം ഇങ്ങനെ പോവും, ഞാനിങ്ങനെ പോവും, അവനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കും, അവൻ്റെ ജീവിതവും കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെയുള്ള രീതിയിലാണ് ഇത് പോണത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് സലീമിനെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. സലീമിന് പക്ഷെ മലയാളം ഒട്ടും അറിയില്ല, എൻ്റെ ഹിന്ദിയും വളരെ വരുങ്ങലാണ്. ഞങ്ങൾ പക്ഷെ സംസാരിക്കാറുണ്ട്. സത്യത്തിൽ സ്നേഹം ഉണ്ടെങ്കിൽ ഭാഷ വേണ്ട എന്നാണ്. സലീം ചെയ്യുന്ന ജോലി എത്രത്തോളം ബുദ്ധിമുട്ടേറിയതാണെന്ന് അത് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാകൂ എന്നുള്ള ചിന്ത കൊണ്ടാണ് റസാക്ക് ഈ സൈക്കിൾ റിക്ഷ ചവിട്ടാൻ ആരംഭിച്ചത്. പക്ഷെ അത് അത്രയ്ക്കും ബുദ്ധിമുട്ടേറിയതാണെന്ന് ആ ചവിട്ടൽ കണ്ടാൽ അറിയാം. ഇവിടെ അത് ഒരുപാട് പേരെ വെച്ച് ചെയ്യുന്ന ഒരു ജോലിയാണ്. നമുക്കേറെ ബുദ്ധിമുട്ട് തോന്നും അവരുടെ ആ ജോലി. നമ്മൾ ഒരു 2 നിമിഷം ചെയ്യുമ്പോഴേക്കും അതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കേരള. ഞാൻ സലീമിനെ ആദ്യം കണ്ടപ്പോൾ അവന് ചെരുപ്പില്ലായിരുന്നു. അവൻ ആ ചൂടിലാണ് നടന്നും ഉന്തിയും കയറ്റങ്ങളിൽ ഉന്തിയും ഒക്കെ വണ്ടി തള്ളിയിരുന്നത്. അത് കണ്ടപ്പോൾ വലിയ വിഷമമായിരുന്നു. ഞാൻ അന്ന് അവന് ചെരുപ്പ് വാങ്ങാനുള്ള പൈസ കൊടുത്തു. പിന്നെ അവൻ പിറ്റേ ദിവസം എന്നെ കണ്ട് ഓടി വന്ന് എനിക്കുള്ള ചായ വാങ്ങിത്തന്ന് അന്ന് തുടങ്ങിയൊരു സൗഹൃദമാണ്. ഈ വർഷം അജ്മീറിൽ വന്നപ്പോൾ ആദ്യം അന്വേഷിച്ചത് സലീമിനെ തന്നെ. അപ്പോൾ ഞാനും അവനും ഇവിടെ എല്ലാം സവാരി പോകുന്നുണ്ട്, പക്ഷേ ഞാൻ അവൻ്റെ വണ്ടിയിൽ ഇതുവരെ കയറിയിരുന്നില്ല. ഞാൻ അവൻ്റെ ഒപ്പം നടക്കും, അവന് ഇവിടുത്തെ വിശേഷങ്ങൾ പറയും. മലയാളം ഒട്ടും അറിയാത്ത അവനും ഹിന്ദി കുറച്ച് മാത്രം അറിയുന്ന ഞാനും. പക്ഷെ സൗഹൃദങ്ങൾ, സ്നേഹങ്ങൾക്ക് മുന്നിൽ ഭാഷ വലിയ ഒരു പ്രശ്നമല്ല. നമുക്ക് പറഞ്ഞാൽ അവന് മനസ്സിലാവും, അവൻ പറയുന്നത് എനിക്ക് മനസ്സിലാവും. ഇന്ത്യ എന്നത് ഇവരും കൂടി ചേർന്നതാണെന്നാണ് സത്യം. നമ്മൾ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കഷ്ടപ്പാടുകൾ ഓർത്ത് ദുഃഖിക്കുമ്പോൾ ഇവരെ പോലെയുള്ളവരെയും കൂടി കാണണം, മനസ്സിലാക്കണം. ഓക്കേ.